അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് തന്നെയാണ്. 10 മാസങ്ങൾ പിന്നിട്ടിട്ടും തുടരുന്ന ഈ യുദ്ധത്തിൽ നിരപരാധി ചിത്രമെഴുതുകയാണ് ഗസയും ഫലസ്തീനും ലബനാനും. ഇന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ സമാധാന ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ഫാസിസ്റ്റുകളായ IDF ഇല്ലാതാക്കിയിട്ടുള്ളത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ 10 മാസം പിന്നിട്ടിട്ട് പോലും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളോ അതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളോ എന്ന് നാം പറയുന്ന അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ UN-ൻ്റെ പ്രമേയങ്ങൾ അവഗണിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അമേരിക്കയും ഈ സയനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രായേലും കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾക്ക് പരിധിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചെറുസംഘമായ ഈ ഹമാസ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തമ്മാടികളോട് ഏറ്റുമുട്ടി. ആലോചിച്ച് നോക്കൂ, ഇതുവരെയും 40,000-ഓളം മാത്രം അംഗസംഖ്യയുള്ള ഹമാസിൻ്റെ സൈനികരിൽ ഒരു ചെറിയ അംഗസംഖ്യ ഷഹീദായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ യഥാർത്ഥത്തിൽ 378 പേരാണ് ഞങ്ങളുടെ പറ്റത്ത് നിന്ന് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് ഗാലന്റ് വെളിപ്പെടുത്തുമ്പോഴും നെതന്യാഹു വെളിപ്പെടുത്തുമ്പോഴും യഥാർത്ഥത്തിൽ 10,000-കണക്കിന് അംഗങ്ങൾ IDF-ൻ്റെത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായ മാധ്യമങ്ങൾ വിലയിരുത്തി പറയുന്നത്. ആലോചിച്ച് നോക്കണം. എന്നിട്ടും ഈ യുദ്ധം അഥവാ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി അറബ് രാജ്യങ്ങളോ അറബ് കൂട്ടായ്മയോ ഒന്നും തന്നെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സങ്കടകരമായ കാഴ്ച അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അതോടൊപ്പം തന്നെ നിരപരാധികൾ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയാവട്ടെ ഹൂത്തികളാവട്ടെ യുദ്ധത്തിന് വേണ്ടി എന്തിനാണ് ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ പങ്കാളികളായി അവരുടെ ജീവനും സ്വത്തും അവിടെ ആലോചിച്ച് നോക്ക്. യഥാർത്ഥത്തിൽ നിസ്സഹായരായ ഒരു ജനവിഭാഗത്തെ സഹായിക്കുക എന്നതിന് വേണ്ടി മാത്രം നോക്കണം. നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് തടയിടുക എന്നതിന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഹിസ്ബുള്ളയാവട്ടെ യൂത്തികളാവട്ടെ ഇറാനാവട്ടെ അവരുടെ പങ്ക് നിർവഹിക്കുന്നത്. ആലോചിക്കുന്നു. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ട് ആ ബെയ്റൂത്ത് നഗരവും ആ ലബനാനും ഇന്ന് ലബനാനിലെയും ജനങ്ങൾ ഇന്ന് സയനിസ്റ്റുകളാൽ കൊല്ലപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ നിരപരാധികളെ സഹായിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ്. അതോടൊപ്പം തന്നെ അറബ് സഖ്യം ശക്തിമത്തായിട്ട് മുന്നോട്ട് വരികയായിരുന്നുവെങ്കിൽ, എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സൗദി അറേബ്യ മാത്രം മതി നിഷ്പക്ഷമായി ഒരു ചെറുവിരലെങ്കിലും മണക്കിയിരുന്നെങ്കിൽ എപ്പോഴും ബന്ധമുള്ള അമേരിക്കയുമായി ബന്ധമുള്ള ഇസ്രായേലുമായി ബന്ധമുള്ള ഈ സൗദി അറേബ്യ മാത്രം ശക്തിമത്തായിട്ടുള്ള ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ നിരപരാധികളായ ഈ ആളുകളുടെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് തടയാമായിരുന്നു. പക്ഷേ 10 മാസം പിന്നിട്ടിട്ടും യഥാർത്ഥത്തിൽ ആ വക ഒരു ചലനമേ ഉണ്ടാകുന്നില്ല. ആലോചിച്ച് നോക്കൂ. അറബ് ഉച്ചകോടി നിഷ്ക്രിയമാണ്. ഇസ്ലാമിക് കൺട്രീസ് നിഷ്ക്രിയമാണ്. അതോടൊപ്പം തന്നെ യാതൊന്നും തന്നെ നിസ്സാര കാര്യത്തിന് വേണ്ടി നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നിസ്സാര കാര്യത്തിന് വേണ്ടി സദ്ദാമിനെ ഇല്ലാതാക്കിയപ്പോൾ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ അതിക്രമിച്ച് ഇടപെടാൻ അനുവാദം കൊടുക്കുന്ന ഈ UN ഐക്യരാഷ്ട്രസമിതി യഥാർത്ഥത്തിൽ നോക്കണം, വെറും ചില കടലാസു തുണ്ടുകൾ എന്ന നിലക്ക് മാത്രം പാസ്സാക്കിയെടുക്കുന്ന ആ പ്രമേയത്തിന് പുല്ലുപോലും വിലയില്ല എന്ന് ഈ 10 മാസം കഴിഞ്ഞപ്പോൾ ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നു അന്താരാഷ്ട്ര കോടതിക്ക് ഇതിലിടപെട്ട് എന്തെങ്കിലും പരിഹാരം കൊണ്ടുവരാൻ കഴിയുമെന്ന്. പക്ഷേ ആ അന്താരാഷ്ട്ര കോടതികൾ തികച്ചും നിഷ്ക്രിയമാണ്. ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, ഇപ്പോൾ ദുരമൂത്ത ഭ്രാന്തായി മാറിയിട്ടുള്ള ഈ നെതന്യാഹുവിനും അവൻ്റെ സൈന്യങ്ങളും കണ്ണിൽ കണ്ടവരെ മുഴുവൻ കൊന്നൊടുക്കി, അഥവാ നിരപരാധികളെ മുഴുവൻ കൊന്നൊടുക്കി പേജർ ആക്രമണങ്ങളിലൂടെ മൊസാദിൻ്റെ ചതിപ്രയോഗങ്ങളിലൂടെ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ ശവങ്ങൾ കൊണ്ട് നിറയുന്ന വേദനാജനകമായ രംഗങ്ങളാണ് കാണുന്നത്. ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് വിദേശ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളല്ലാത്ത മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ശക്തിമത്തായിട്ട് പ്രതിഷേധങ്ങളും എങ്ങനെയാണ് യുദ്ധം തീർക്കാൻ കഴിയുക എന്നതിന് വേണ്ടി അവർ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ അവിടെ അധികാരികൾ
സുഖസുഷുപ്തിയിലാണ്. ആലോചിച്ച് നോക്കേണ്ട ഒരു സങ്കടകരമായ കാഴ്ചപ്പാടാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ എന്തു തന്നെയായാലും ഈ തമ്മാടി രാഷ്ട്രമായ ഈ ഇസ്രായേൽ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഗസ ഞങ്ങൾ പിടിച്ചടക്കും, അതോടൊപ്പം തന്നെ ഗസ നിവാസികളെ ഇല്ലായ്മ ചെയ്യും. അതാണല്ലോ പിടിച്ചടക്കുക എന്ന് പറയുന്നത്. പക്ഷേ കേവലം മണിക്കൂറുകൾ കൊണ്ട് സാധ്യമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സംഗതി ഇതുവരെയും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ആ സയനിസ്റ്റുകൾ തികച്ചും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ആലോചിച്ച് ചെറിയ ശക്തിയോട് ഈ ഹിസ്ബുള്ളയോട് പ്രതികാരം തീർക്കുന്നത്, നിരപരാധികളെ കൊന്ന് ഊത്തികളോട് പ്രതികാരം തീർക്കുന്നത്, ഇറാനോട് പ്രതികാരം തീർക്കുന്നത്, ചതിപ്രയോഗത്തിലൂടെ നേതാക്കന്മാരെ കൊന്ന്. ആലോചിച്ച് നോക്കണം, ഇപ്പോഴും ഇവർ വർഗീയവാദികളോ ഭീകരവാദികളോ എന്ന് ലോകത്ത് പറയപ്പെടുന്നില്ല. മറിച്ച് അവരാൽ കൊല്ലപ്പെടുന്ന മർദ്ദിതരായ ജനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഭീകരവാദികൾ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കേണ്ട ഒരു സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ, ഈ നിരപരാധികളായ ആളുകളെ നീ ഷഹാദത്തിന് നീ സ്വീകരിക്കുകയും അള്ളാഹുവേ, ഈ അറബികളിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി ഈ യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവേ നിന്റെ സഹായം ആവശ്യമായിരിക്കുന്നു. ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും അള്ളാഹുവേ ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു മൻസുർ ഇഖ്വാനിന ഫി ഫലസ്തീൻ, അല്ലാഹു മൻസുർ ഇഖ്വാനിന ഫി ഫലസ്തീൻ, അല്ലാഹു മൻസുർ ഇഖ്വാനിന ഫി ഫലസ്തീൻ.